ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഒരു സാധാരണ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നൊരു വീഡിയോ ആയിട്ടാണ്. ഇന്നൊരു സാറ്റർഡേ ആണ്. പിന്നെ മാത്രമല്ല ഈ ഒരു വീഡിയോയും നമ്മുടെ ഗിവ് അവേയിൽ ഉൾപ്പെട്ടിട്ടുള്ള വീഡിയോ ആണ്. മൊത്തത്തിൽ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിപ്പോൾ രാവിലെ തന്നെ ഞാൻ ഈ ഒരു പ്ലാന്റ് ഇല്ലേ, ഇതൊന്ന് വേറൊരു പോട്ടിലേക്ക് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കായിരുന്നു. ഇതെനിക്ക് ഞാനൊരു ബാമ്പൂൻ്റെ ഒരു വലിയൊരു പ്ലാന്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ അതിൻ്റെ ഒപ്പം ഇത് ഫ്രീ ആയിട്ട് അവർ തന്നിട്ടുണ്ടായതാണ്. പക്ഷേ ഇതില്ലേ ആ ഒരു ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഒരു പോട്ടായത് കേട്ടോ. അത് നമുക്ക് അധികം നാളൊന്നും ഇതിൽ പ്ലാന്റ് വെക്കാൻ പറ്റില്ല. അപ്പം ഞാൻ എൻ്റെ അടുത്തുള്ള വേറൊരു പോട്ടിലേക്ക് അതൊന്ന് മാറ്റി വെച്ച് കൊടുക്കുകയാണ്. ഈ ഒരു ബാൽക്കണിമ വെച്ചിട്ട് ആ ഒരു മാറ്റില്ലേ അതുപോലത്തെ ഒരു സാധനം വെച്ചിട്ടാട്ടോ ഞാൻ ചെയ്യുക. അപ്പം നമുക്ക് ഫ്ലോറിലൊന്നും മണ്ണാവോ ഒന്നും ഇല്ല കേട്ടോ. ഭയങ്കര ഈസി അത് യൂസ് ചെയ്യാനായിട്ട്. ഞാൻ മുമ്പും വീഡിയോസിൽ അത് കാണിച്ചിട്ടുണ്ട്, ഈ ഒരു മാറ്റ് ആ ഒരു ഗ്രീൻ കളറിലുള്ളത്. അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനം കേട്ടോ. ഇതിപ്പോൾ മീനൊക്കെ ഡെലിവറി വന്നതായിരുന്നു. ഞാൻ ആ പ്ലാന്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് വന്നതാട്ടോ. അപ്പോൾ അത് ചെയ്തിട്ട് ഇത് ചെയ്യാമെന്ന് കരുതിയിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചതായിരുന്നു. ഇങ്ങനത്തെ ഒരു തെർമോക്കോളിൻ്റെ ഒരു ഐസ് ബോക്സിൽ അവർ കൊണ്ടുവരാം. അപ്പോൾ ഇതിൽ ഞാൻ ഇത്തവണ വാങ്ങിച്ചിട്ടുള്ള മീനുകൾ എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഈ വാങ്ങിച്ചിട്ടുള്ള മീനുകളിൽ ഏതോ ഒന്നിൻ്റെ മുട്ടയാട്ടോ. അത് അവരിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാ മീനിൻ്റെ മുട്ടയില്ലേ ഇതിൻ്റെ തന്നെ ആവുള്ളൂ. ഇത് നമ്മുടെ ട്യൂണയില്ലേ, ഇതൊരു 2 kg എല്ലാം വരുന്നൊരു ട്യൂണയായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അതിൻ്റെ ഫ്ലഷൊക്കെ സെപ്പറേറ്റും പിന്നെ അതിൻ്റെ തലേൻ്റെ ഭാഗമില്ലേ, തലേൻ്റെ ഭാഗവും രണ്ടായിട്ട് ഇങ്ങനെ എന്താ പറയുക കട്ട് ചെയ്തതിന് ശേഷം അതും സെപ്പറേറ്റ് തന്നെ പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ആ ഒരു ബോണൊക്കെ വേറെയും പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവരിങ്ങനെ കറക്റ്റായിട്ട് എല്ലാം പാക്ക് ചെയ്ത് കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈസിയാണ് ഇതെടുത്ത് വെക്കാനൊക്കെ ആയിട്ട്. എന്താ പറയുക, ഇത് വാക്യൂം സീൽഡ് ആയിട്ടുള്ള ബാഗ്സിൽ അവർ കൊണ്ടുവരാം കേട്ടോ. അപ്പം നമുക്ക് ഫ്രിഡ്ജിലേക്ക് സൂക്ഷിക്കാനും അത് നല്ല ഈസി ആയിട്ടുള്ളൊരു കാര്യമാണേ. ഇനിയിപ്പോൾ ഇതാ മെയിനായിട്ടുള്ള കാര്യം മത്തിയാണ്. അപ്പം ഇതിവിടെ വളരെ കുറവാട്ടാ കിട്ടൽ. മത്തി കിട്ടൽ വർഷത്തിൽ 2 വട്ടമെല്ലാം കിട്ടിയാലായി, അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഞാൻ കിട്ടിയ സമയത്ത് ഒരു 2 kg വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൽ ഓരോ പാക്കറ്റിലും ഓരോ kg വെച്ചിട്ട് അങ്ങനെയാട്ടോ അവർ പാക്ക് ചെയ്തിട്ടുള്ളത്. ഇതും വാക്യൂം സീൽഡ് ആയിട്ടുള്ള വാക്യൂം സീൽഡ് ആയിട്ടാണ് അവർ പാക്ക് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല അതിൻ്റെ സ്കെയിൽസൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതാട്ടോ അതങ്ങനെ ഒരു ബ്ലഡിൻ്റെ ഒരു ഇതൊക്കെ കാണാനില്ലേ, അതുകൊണ്ടാട്ടാ നല്ലോണം ക്ലീൻ ആക്കിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫ്രീസ് ചെയ്ത് കുറച്ച് നാൾ വെക്കാനുള്ളതായതുകൊണ്ട് ഞാൻ അതിൻ്റെ തലേൻ്റെ ഭാഗം കട്ട് ചെയ്യിപ്പിച്ചിട്ടില്ല. സാധാരണയായിട്ട് പെട്ടെന്ന് എടുക്കാനുള്ളതൊക്കെ ആണെങ്കിൽ ഞാൻ തല കട്ട് ചെയ്തിട്ടാണ് വാങ്ങിക്കുക, അല്ലെങ്കിൽ ഞാൻ തല കട്ട് ചെയ്യാണ്ടാണ് വാങ്ങിക്കുക. ഇതിപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഒരു പാക്കറ്റിലെ തല കട്ട് ചെയ്ത് വാങ്ങിക്കാനും ഒരു പാക്കറ്റ് കട്ട് ചെയ്യാണ്ട് വാങ്ങിക്കാനായിട്ടായിരുന്നു. പക്ഷേ ഞാൻ ഓർഡർ പ്ലേസ് ചെയ്യണ സമയത്ത് അത് ആഡ് ചെയ്യാനായിട്ട് വിട്ടുപോയി. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് അത് കട്ട് ചെയ്തെടുക്കാമല്ലോ. പിന്നെ നമ്മുടെ അയല മീൻ പോലത്തത് ഉണ്ടായിരുന്നു. ഇതെല്ലാം ഞാൻ ഫ്രീസ് ചെയ്യാനാട്ടാ ഉള്ളതാ മീനുകളാ ഇത്. പിന്നെ നമ്മുടെ ആവോലി ഇതെപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കലുണ്ട്. ഇതിവിടെ വളരെ എന്താ പറയുക, വളരെയധികം എപ്പോഴും കിട്ടും കേട്ടോ ഈ മീനും. പിന്നെ നമ്മുടെ മറ്റേ അർക്ക നെയ്മീൻ എന്നെല്ലാം പറയില്ലേ, ഐക്കുറ എന്നെല്ലാം അങ്ങനെയൊക്കെ പല പേരിൽ പറയില്ലേ, അത് ആ സാധനം എപ്പോഴും ഇവിടെ കിട്ടും കേട്ടോ. അതുപോലെ ഈ ആവോലിയും എപ്പോഴും കിട്ടും. ഈ മത്തി പോലുള്ള ഐറ്റംസ് ഒന്നും കുറവാണ് കിട്ടുമ്പോൾ ഞാനിങ്ങനെ വാങ്ങിച്ചിട്ട് ഫ്രീസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കാണ് ഈ ഒരു ബാഗിൽ ഉണ്ടായിരുന്നിട്ടുള്ള, ഈ ഒരു ബോക്സിൽ ഉണ്ടായിട്ടുള്ള ഫിഷുകൾ. അപ്പം മീനൊക്കെ ഞാനെടുത്ത് ഫ്രീസറിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്കിലേക്ക് ഉണ്ടാക്കാനുള്ള ചീര ആണ് കേട്ടോ. ചീര അതിൻ്റെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് അതൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു മത്തിയില്ലേ, അതിന്ന് ഒരു പാക്കറ്റ് ഞാൻ തലയൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അധികം പണിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, അത് വാഷ് ചെയ്തെടുക്കാനുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ സ്കെയിൽസൊക്കെ റിമൂവ് ചെയ്തതായതുകൊണ്ട് തന്നെ അങ്ങനെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് തന്നെ അവർ തന്നിട്ടുണ്ടായിരുന്നു. തല മാത്രം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഉണ്ടായിരുന്ന ആ മത്തിയിലെ അതിന്ന് ഒരു പാക്കറ്റ് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് അധികമൊന്നും ഉണ്ടായിരുന്നില്ല, തല മാത്രം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
ബാക്കി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഈ മത്തി ഭയങ്കര ഇഷ്ടമാണെങ്കിലും എൻ്റെ ഹസ്ബൻഡിനൊന്നും അങ്ങനെ കറി ആക്കണത് വലിയ താല്പര്യമില്ല. ഇത് ഫ്രൈ ആക്കണതാ താല്പര്യം കേട്ടോ മത്തി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് ക്ലീൻ ചെയ്ത മത്തിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മൊത്തത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ടല്ല, ഞാൻ ആ പാക്കറ്റ് പൊട്ടിച്ചപ്പോൾ പിന്നെ ഒരുമിച്ച് അങ്ങോട്ട് ക്ലീൻ ചെയ്തെടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുരുമുളകിൻ്റെ പൊടിയും ഉപ്പും ഇത്രയാട്ടാ ചേർക്കേണ്ടത്. ഞാൻ സാധാരണ ഈ ആവോലിയൊക്കെ ഫ്രൈ ചെയ്യണ ആ ഒരു സമയമില്ലേ, ആ സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റെല്ലാം ചേർക്കലുണ്ട്. നെയ്മീനൊക്കെ ഫ്രൈ ചെയ്യണ ആ ഒരു സമയമില്ലേ, ആ സമയത്ത്. പക്ഷേ ഇതിലേക്ക് ഞാൻ മത്തിയിലേക്ക് ഒന്നും ചേർക്കില്ല. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുരുമുളകിൻ്റെ പൊടിയും ഉപ്പും ഇത്രയും മാത്രമാണ് ചേർത്ത് കൊടുക്കുക. അതാട്ടാ ഇഷ്ടം. ആ ഒരു മത്തിയുടെ ഫ്ലേവർ അങ്ങനെ ഇതായിട്ടിരിക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ ചെയ്യണതാണ്, വേറൊന്നും ചേർത്ത് കൊടുക്കില്ല. അപ്പം ഞാൻ ആദ്യം തന്നെ ബാക്കിയുള്ള പണിയൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഇതൊന്ന് എന്താ പറയുക, ഇതൊക്കെ ചേർത്തതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ. അപ്പോൾ ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവുമല്ലോ നല്ലോണം ഫ്രൈ ആക്കാൻ എടുക്കുന്ന സമയത്തേക്ക്. അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനിപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെക്കും. കുക്ക് ചെയ്യാൻ നേരത്ത് ഫ്രൈ ചെയ്യും. സോറി കേട്ടാ, ഞാൻ ഈ വേറെ കാര്യം ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് വോയിസ് ഓവർ ചെയ്യണം. അതായത് ഇവിടെ വേറെ മോളൊക്കെ ഓരോന്ന് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതൊക്കെ ഇടയ്ക്ക് നോക്കണോണ്ട് എനിക്ക് പറയുന്നതിൻ്റെ ആ ഒരു ഫ്ലോ കിട്ടണില്ല. അപ്പോൾ ഇതെന്തായാലും മീനിലേക്ക് ഞാൻ മസാലയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കും. ഉച്ചയ്ക്ക് ഫ്രൈ ചെയ്യാൻ നേരത്ത് മാത്രമാണ് എടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഉച്ചക്കിലേക്ക് കറിക്ക് ആക്കാനുള്ള, കറിയായിട്ട് വെക്കാനുള്ള പരിപ്പും തക്കാളിയും ചീരയൊക്കെ ഇട്ടിട്ടുള്ള ഒരു കറി വെക്കാമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപ്പൊക്കെ ഒന്ന് കഴുകി എടുക്കുകയാണ്. ഞാനിപ്പോൾ ഈ എടുത്തിട്ടുള്ള നമ്മുടെ സാമ്പാറിലൊക്കെ യൂസ് ചെയ്യണ ആ ഒരു പരിപ്പില്ലേ, അതാട്ടാ. പിന്നെ പരിപ്പ് അവിടെ ഞാനൊന്ന് കുറച്ച് സമയം ഒരു 5-10 മിനിറ്റ് എല്ലാം ഒന്ന് കുതിർത്തി വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് ചീര ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിപ്പോൾ ചീര തോരനിലേക്കും വേണ്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ ആ പരിപ്പിലേക്ക് കറിയില്ലേ, ചീരയും പരിപ്പും കൂടി എല്ലാം ഉള്ളത് അതിലേക്ക് ഇടാനും വേണ്ടിയിട്ടും കുറച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണേ. ഇതിനിടയ്ക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തു വന്നതിന് ശേഷം ആ ഒരു സമയത്ത് ഞാൻ പരിപ്പും തക്കാളിയും കൂടിയിട്ട് പച്ചമുളകും ഒക്കെ ചേർത്ത് ഉപ്പൊക്കെ ചേർത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് കുക്ക് ചെയ്യാൻ കുക്കറിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അത് റെഡിയായി വന്നപ്പോഴേക്ക് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിന്ന് നമ്മൾ ആ ചീര കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിന്ന് കുറച്ച് അതിൻ്റെ ഇല മാത്രം കേട്ടോ, ആ തണ്ട് ഞാൻ ഇതിലേക്ക് എടുക്കണില്ല. അത് ഞാൻ സെപ്പറേറ്റ് തോരനിലേക്ക് ഇടാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇലേൻ്റെ കുറച്ചെടുത്തിട്ട് ഒരു പിടിയെല്ലാം എടുത്തിട്ട് ഈ ഒരു പരിപ്പ് കുക്കാക്കിയതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതവിടെ ഇരുന്നിട്ട് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തൊരു പാനിലേക്ക് ചീര തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാണ്. പ്രത്യേകിച്ച് ഒരു പ്രത്യേകതയില്ല, സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന പോലത്തെ തന്നെ ചീര തോരനാട്ടാ. കടുകൊക്കെ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം അപ്പം ഈ ഒരു സമയം കൊണ്ട് ഞാൻ വേറൊരു കാര്യം പറയാം, ഗിവ് അവേൻ്റെ കാര്യം. ഗിവ് അവേൻ്റെ കാര്യങ്ങൾ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോ തൊട്ടാണല്ലോ അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത് ഒരു സെപ്റ്റംബർ പകുതി വരെ, ചിലപ്പോൾ ഞാനതൊരു ഓഗസ്റ്റ് ലാസ്റ്റോട് കൂടിയിട്ട് എൻഡ് ചെയ്യും കേട്ടോ, അല്ലെങ്കിൽ സെപ്റ്റംബർ പകുതി വരെ പോവും. അപ്പോൾ അതിൻ്റെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അത് ക്രിയേറ്റീവായിട്ടുള്ള കമൻറ്റ്സ് ഇട്ടാൽ, അല്ലാണ്ട് ചുമ്മാതെ എന്തെങ്കിലും കമൻ്റ് അല്ല. ഈ വീഡിയോയിൽ ഉള്ള കാര്യങ്ങളെ പറ്റിയിട്ട് തന്നെ ആയിരിക്കണം കമൻറ്റിലും ഉണ്ടാവുക. പിന്നെ ഞാൻ വിന്നറിനെ ചൂസ് ചെയ്തതിന് ശേഷം ഇൻസ്റ്റഗ്രാം വഴിയിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അതുകൊണ്ട് ഇൻസ്റ്റഗ്രാമും കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ ആ സമയത്ത് വെരിഫൈ ചെയ്യുന്ന ആ ഒരു സമയത്ത് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുന്ന സമയത്ത് മാത്രം അത് കാണിച്ചാൽ മതി കേട്ടോ, ചൂസ് ചെയ്തതിന് ശേഷം. അങ്ങനെ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, എന്താവും ഗിഫ്റ്റായിട്ട് ഉണ്ടാവുക എന്നൊക്കെ ഉള്ളത് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. ഞാൻ അതിൽ 3 ഇതായിട്ടാണല്ലോ വെച്ചിട്ടുള്ളത്. 3 ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് ആയിട്ടാണല്ലോ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് അങ്ങനെയൊന്നും പറയണില്ല. പക്ഷേ അതിൽ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ളൊരു ഫ്യൂജി ഹോറോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു ജാപ്പനീസ് പ്രീമിയം ബ്രാൻഡാട്ടോ അത്. അതിൻ്റെ പോട്ട്സൊക്കെ അല്ലെങ്കിൽ കെറ്റിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം അതിൻ്റെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉണ്ടാവും. പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ കെറ്റിൽ അല്ലെങ്കിൽ എന്താ പറയുക പാനില്ലേ,
മിൽക്ക് പാൻ പോലത്തെയൊക്കെ ഇല്ലേ, ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ അത് ഉണ്ട്, അതുപോലത്തെ ഒരു പാൻ ഉണ്ട്, അത് ഞാൻ കാണിക്കാം. ചിലപ്പോൾ അതായിരിക്കും, അല്ലെങ്കിൽ ഡ്രിപ്പോട്ടോ കെറ്റിലോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പിന്നെ അതുപോലെ നിങ്ങൾ മുന്നേക്ക് എൻ്റെ വീഡിയോസിൽ പലരും കുറേ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ടായിരുന്നു ഒരു ഓയിൽ ഡിസ്പെൻസർ ഇല്ലേ, എന്താ പറയുക, ഓയിലൊക്കെ ഇട്ട് വെക്കണ ഒരു ഒഴിച്ച് വെക്കണ ഒരു ബോട്ടിലില്ലേ, കുറച്ച് കളർഫുള്ളായിട്ടുള്ള ഒരു ബ്ലൂവും റെഡും ഒക്കെ. ഇതല്ല കേട്ടോ, ഇപ്പം ഇരിക്കണ ഓയിൽ ബോട്ടിലല്ല, വേറെ. ഇപ്പം ഞാൻ റീസെൻ്റായിട്ട് അതൊന്നെടുത്ത് ഉള്ളിലേക്ക് വെച്ചിട്ട് പുതിയ ബോട്ടിൽ റീപ്ലേസ് ചെയ്തായിരുന്നു ഇത്. അപ്പം ആ ഓയിലിൻ്റെ ബോട്ടിലും എന്തായാലും ഉണ്ടാവും, ഗിവ് ഉണ്ടാവും. പിന്നെന്താ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൽ പറയാം കേട്ടോ. പിന്നെ എല്ലാതും ഞാൻ ന്യൂ ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് ഗിവ് അവയ്ക്ക് വെക്കുക. അല്ലാണ്ട് ഇപ്പോൾ അത് ഓയിൽ ബോട്ടിലായാലും പാനായാലും അതുപോലെ തന്നെ എന്താ പറയുക കെറ്റിലായാലും എന്തായാലും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുജിഹോറോൻ്റെ ഒന്നെങ്കിൽ കെറ്റിൽ ഡ്രിപ്പോട്ട് എന്ന് പറയില്ലേ അത്, അല്ലെങ്കിൽ പാൻ, ഇതിലേതെങ്കിലും ഒന്നായിരിക്കും. പിന്നെ ഓയിൽ ബോട്ടിൽ എന്തായാലും ഉണ്ടാവും. പിന്നെ അങ്ങനെയുള്ള ഇനിയും ഉള്ള കാര്യങ്ങളാട്ടാ, എനിക്ക് മൊത്തത്തിൽ കിട്ടണില്ല പറയുമ്പോൾ. ജസ്റ്റ് ഞാൻ ഡിസൈഡ് ചെയ്ത കാര്യം മാത്രം ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ആ പരിപ്പും ചീരയെല്ലാം ഒന്ന് ബോയിലായി വന്നിട്ടുണ്ട്, ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് തേങ്ങ വെറുതെ മിക്സിയുടെ ജാറിലിട്ട് അരച്ചിട്ട്, അതിലൊന്നും ചേർത്തിട്ടില്ല വേറെ, വെറുതെ തേങ്ങ മാത്രം നല്ലോണം ഒന്ന് പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കുറച്ചും കൂടി ഒന്ന് കുറുകി വരും. എന്നിട്ട് ഇതിനകത്ത് കടുക് പൊട്ടിക്കാനുണ്ട്. അത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു കറി എന്ന് പറയുന്നത്. അപ്പോൾ കറി അവിടെ റെഡിയാവുന്ന ഒരു സമയം കൊണ്ടില്ലേ, ഞാൻ ഇതിലേക്ക് കടുക് പൊട്ടിക്കാനുള്ള സാധനങ്ങൾ റെഡിയാക്കി എടുക്കുകയാണ്. സാധാരണയായിട്ട് ഞങ്ങളുടെ അവിടെയൊക്കെ ഈ കടുക് പൊട്ടിക്കണ സമയത്ത് കുഞ്ഞുള്ളി ചേർക്കലില്ല കേട്ടോ. കടുകും എന്താ പറയുക കറിവേപ്പിലയും പിന്നെ വറ്റൽമുളകും മാത്രമാണ് കടുക് പൊട്ടിക്കണതിലേക്ക് ചേർക്കലുള്ളൂ. പക്ഷേ ഈ ഒരു കറിമ ഞാൻ കുറച്ച് ഉള്ളിയും കൂടി ചേർക്കും കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് വരിക. ഈ ഒരു പരിപ്പ് കറിയിലേക്ക് കടുക് പൊട്ടിക്കണ സമയത്ത് കുറച്ച് കുഞ്ഞുള്ളിയും കൂടിയിട്ട് സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഉള്ളിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കറിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കടുക് പൊട്ടിച്ചെടുക്കുകയാണ്. അതാ ഈ ഒരു പാനില്ലേ, ആ പിങ്ക് കളറിലുള്ള പാനില്ലേ, ആ ഒരു പാനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഗിവ് അവേയിൽ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ. ഈ ഒരു പാൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കെറ്റിൽ, ഈ ഒരു ബ്രാൻഡിൻ്റെ ഒന്നെങ്കിൽ ഈ പാനായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ കെറ്റിലായിരിക്കും. അങ്ങനെ ചിലപ്പോൾ അത് ഫസ്റ്റോ സെക്കൻഡോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, ഒന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ ഇതുണ്ടാവും, ഈ പാനോ അല്ലെങ്കിൽ ആ കെറ്റിലോ ഏതെങ്കിലും ഒന്ന് കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടോ. അങ്ങനെ ജസ്റ്റ് ഞാനൊന്ന് പറയണമെന്നുള്ള ഇതൊക്കെ ഉണ്ടാവുമെന്ന്, എന്താണെന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല. പക്ഷേ ഈ സാധനങ്ങളൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. സോറി ബോറടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാൻ വരിക, ഇതിനൊരു ലിഡും കൂടി ഉണ്ട്. ഇത് ശരിക്കും ഒരു മിൽക്ക് പാനാണ് കേട്ടോ. ഇത് മിൽക്ക് പാനാണ് ഇത് വരിക. ഇതിനൊരു ലിഡും കൂടി ഉണ്ട്, സെയിം പിങ്ക് കളറിൽ തന്നെ. അതിൻ്റെ ലിഡിൽ എന്താ പറയുക കുറച്ച് വുഡൻ ഇതുമായിട്ടാണ് അങ്ങനെ വരിക. ഞാനിതിവിടെ ന്യൂഡിൽസ് ഉണ്ടാക്കാനും ഈവൻ പാല് തിളപ്പിക്കാനായിട്ടും അങ്ങനെയൊക്കെ എടുക്കലുണ്ട്. എനിക്കിതിൻ്റെ വേറെ കളറും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ബ്ലൂ കുറച്ചുകൂടെ വലുതുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ വീഡിയോസിലൊക്കെ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ ഒരു ബ്രാൻഡ്. ഫുജിഹോറോൻ്റെ പാത്രങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ഭയങ്കര എളുപ്പമായിട്ടാണ് ഈ ഒരു പാൻ. പിന്നെ അതിൽ തന്നെ ആ മെഷർമെൻറ്റും വരുന്നുണ്ടല്ലോ. നമുക്കിപ്പോൾ എന്തെങ്കിലും കപ്പ് സൈസിലൊക്കെ മെഷർ ചെയ്യണമെങ്കിൽ പാല് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ചൊരു കപ്പെടുത്ത് മെഷർ ചെയ്ത് ഒഴിക്കുകയൊന്നും വേണ്ട, അതിൽ തന്നെ ഉണ്ട്, അത് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എന്തായാലും പാൻ്റെ കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞതായിരുന്നു. ഭയങ്കര വേഗത്തിൽ സംസാരിച്ച് ഇത് പെട്ടെന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം പറഞ്ഞു തീർക്കാനായിട്ട് ശ്രമിക്കുന്നത് കൊണ്ട് എനിക്ക് ശ്വാസം കിട്ടണില്ല. അതാട്ടോ ഇടയ്ക്ക് ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. നോർമലി സംസാരിക്കുന്നതിൽ നിന്നും കുറച്ച് സ്പീഡായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിച്ചിട്ടുള്ളത്, ഇത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ അതാട്ടാ. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ
നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മത്തിയില്ലേ അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ലഞ്ചിൻ്റെ കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ മത്തിയൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഇങ്ങനത്തെ കാസ്റ്റ് ചെയ്യേണ്ട പാത്രങ്ങളായിട്ട് എടുക്കുക. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പാനിൽ. അതാകുമ്പോൾ നല്ലോണം ഇങ്ങനെ മൊരിഞ്ഞ് കിട്ടും, നല്ലോണം മത്തിയൊക്കെ നല്ലോണം ഇങ്ങനെ മൊരിഞ്ഞിട്ട് നല്ല ഇതായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും കാസ്റ്റ് ചെയ്യേണ്ട പാത്രങ്ങളിലായിട്ട് അധികവും മീൻ വറുക്കാനൊക്കെ എടുക്കുക. അപ്പോൾ ഇതാ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം പിന്നെ വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മീനിൻ്റെ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സാധനം എന്താ ഉണ്ടാക്കണം എന്നറിയോ? ആ ഒരു മീനിൻ്റെ മുട്ട കാണിച്ചിട്ടുണ്ടായില്ലേ, ഞാൻ ആ ഒരു പാക്കറ്റുമ്പോൾ അത് ഞാനൊന്ന് ഫ്രൈ ആക്കാൻ വെച്ചതായിരുന്നു. പക്ഷെ ഞാനിത് വെച്ചിട്ട് വേറെ കാര്യത്തിന് എന്തോ പോയിട്ട് തീയെ കുറച്ച് കൂട്ടിയാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അത് അപ്പാടെ കരിഞ്ഞിട്ടുണ്ട്, അടിക്കും പിടിച്ചിട്ടുണ്ട്, കുറച്ച് കുളമായിട്ടുണ്ട് അത്. എന്നാലും അങ്ങനെ മൊത്തത്തിൽ പൊട്ടയൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഒന്നുമില്ല, അതിൽ സാധാരണ ഫ്രൈ ചെയ്യണ പോലത്തെ കാര്യങ്ങളൊക്കെ ചേർത്തിട്ട്. പക്ഷേ ഞാനിങ്ങനെ സാധാരണ പ്ലെയിനായിട്ട് ഫ്രൈ ചെയ്തെടുക്കലില്ല. ഇതിലിപ്പോൾ ഉള്ളിയും കുഞ്ഞുള്ളിയും മുളക് കുരുമുളക് അങ്ങനത്തെയൊക്കെ ഇട്ടിട്ടുള്ളൂ. സാധാരണ ഞാൻ റോസ്റ്റ് പോലെ ഉണ്ടാക്കലുണ്ട്. ഇതിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയതായിരുന്നു. എന്തായാലും അത് നല്ലോണം കരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഒരു സൈഡ് മൊത്തത്തിൽ കരിഞ്ഞിട്ടുണ്ട്, പക്ഷേ കുഴപ്പമില്ല, കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും അതും കൂടി ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മീനൊക്കെ റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ പാനിൽ നിന്ന് കോരി മാറ്റുകയാണ്. ലഞ്ച് കഴിക്കാനായിട്ടില്ല കേട്ടോ, പക്ഷേ ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട്, കഴിക്കാനായിട്ടില്ല. അതുകൊണ്ട് സെർവ് ചെയ്യുന്നത് ഞാൻ കാണിക്കണില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ ഗിവ് അവേയിൽ ഉണ്ടാകുന്ന കമൻറ്റ്സ് ഞാൻ പറഞ്ഞല്ലോ, വീഡിയോസിൽ ഉള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള കമൻറ്റ്സ് ആയിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ആഴ്ച വീണ്ടും വരാം. താങ്ക് യു, ബൈ.